ഞാൻ റഷീദ് സ്റ്റിച്ചീസി. അപ്പോൾ മക്കളെ, ഇതാണ് ഫ്യൂഷൻ ടേപ്പ്. ഫ്യൂസിബിൾ ടേപ്പ് എന്നും പറയും, ഹെമ്മിങ് ടേപ്പ് എന്ന് പറയും. ഈ സാധനം ഒരെണ്ണം നിങ്ങൾ വീട്ടിലും ഷോപ്പിലൊക്കെ വാങ്ങി വെച്ചോളിട്ടില്ലേ. ഹൗ ടു യൂസ് ഇറ്റ്, ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ വിലപിടിപ്പുള്ള തുണികൾ കീറിപ്പോയിട്ടുണ്ടോ, ഇതുപോലെ മുറിഞ്ഞു പോയിട്ടുണ്ടോ? ഈ ഫ്യൂഷൻ ടേപ്പ് ഒരു പീസ് എടുത്തിട്ട് തുണിയുടെ ഉൾഭാഗത്ത് ഒരു പീസ് വയ്ക്കുക. അതിന് മുകളിൽ ഏകദേശം അതേ കളറൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ട് മുകളിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്താൽ മതി കേട്ടോ. ആ കീറിയത് മാറിക്കിട്ടും. അവിടെ നമുക്ക് അങ്ങനെ കീറിയിട്ടുണ്ട് എന്ന് അറിയാൻ പോലും കഴിയില്ല കേട്ടോ. ഈ ഫ്യൂഷൻ ടേപ്പ് ഡബിൾ സൈഡ് ടാപ്പാണ്, രണ്ട് സൈഡും ഗമ്മുള്ളതാണ്. അത് ഇനി ഏത് ഫാബ്രിക്കിലായിക്കോട്ടെ, ഏത് തുണികളിലായിക്കോട്ടെ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഈ ചുരിദാറോ ബ്ലൗസോ സാരിയോ ഏത് ക്ലോത്ത് ആയിക്കോട്ടെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഈ ഫ്യൂഷൻ ടേപ്പ് വളരെ നേർത്തതാണ്, അതുകൊണ്ട് പുറത്തേക്ക് വിസിബിളായിട്ട് കാണില്ല എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് കേട്ടോ. ഈ ഫ്യൂഷൻ ടേപ്പ്, ഹെമ്മിങ് ടേപ്പ് നമ്മുടെ ബട്ടൺ മെറ്റീരിയൽ ഷോപ്പുകളിലൊക്കെ കിട്ടും. അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് നടത്താവുന്നതാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ കിട്ടും. ഇതുപോലെ നമ്മൾ കഴുത്തിനൊക്കെ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പാച്ച് വർക്ക്, പീസ് വർക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലെ പിൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ പിൻ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ആ പിന്നിൻ്റെ ആ ഒരു മുട്ട് ഭാഗം അവിടെ തടയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ പിന്നൊക്കെ കൊണ്ട് ഒഴിവാക്കിയിട്ട് ഈ ഫ്യൂഷൻ ടേപ്പ് എടുത്തിട്ട് എവിടെയാണോ തുണികൾ വെക്കുകയാണെങ്കിൽ അവിടെ ഒരു പീസ് വെച്ചിട്ട് ചെറുതായിട്ട് ഒട്ടിച്ച് വയ്ക്കുക, അയൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ഭാഗം ശരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ തുണി നീങ്ങി പോകില്ല എന്നുള്ളത്. എങ്ങനെ എന്ത് മോഡൽ വർക്കാണെങ്കിലും എന്ത് പീസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് അത് ഒട്ടിച്ചിട്ട് അതിന് മുകളിലൂടെ പെട്ടെന്ന് തയ്ച്ചെടുക്കാനും പറ്റും കേട്ടോ. ഈ ഫ്യൂഷൻ ടേപ്പ് എന്ന് പറയുമ്പോൾ ഹെമ്മിങ് ടേപ്പായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഹെമ്മിങ് ചെയ്യുന്നതിന് പകരം, തുന്നിയെടുക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഈ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, നീങ്ങിപ്പോകുന്ന തുണികളൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സീം അലവൻസിൻ്റെ ഭാഗത്ത് ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് നീങ്ങിപ്പോകില്ല, നമുക്ക് ശരിക്ക് തയ്ച്ചെടുക്കാനും പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ഹെമ്മിങ് ചെയ്യുന്ന ഭാഗങ്ങൾ, ബ്ലൗസിൻ്റെ അടിഭാഗം, ബാക്ക് ഭാഗം, കയ്യിൻ്റെ ഭാഗം, അതുപോലെ തന്നെ നമ്മളൊരു പാൻസ് ഇറക്കം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഈ ഹെമ്മിങ് ടേപ്പ് വെച്ച്, ഫ്യൂഷൻ ടേപ്പ് വെച്ചിട്ട് ആ മടക്കിനകത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു കനം കിട്ടാൻ അത് ഉപകരിക്കും, സ്റ്റിഫായിട്ട് നിൽക്കാനും അത് ഉപകരിക്കും.